ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ. ഞാനൊരു 2 ആഴ്ചയോളം വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നല്ല, തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആലോചിച്ചിട്ട് എന്ത് കണ്ടന്റ് ചെയ്യും എന്നുള്ള കാര്യത്തിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പം ഒരു വീഡിയോ, ലാലേട്ടൻസ് ചിക്കൻ എന്നും പറഞ്ഞിട്ട് തംബ്നെയിൽ അങ്ങനെയായിരുന്നു. എന്നിട്ട് എന്തുട്ട് സംഭവം എന്ന് വിചാരിച്ച് തുറന്നു നോക്കിയപ്പം അടിപൊളി. അതായത് ഒത്തിരി മസാലകളോ ഒന്നുമില്ല. ചിക്കൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് കണ്ടപ്പം മുതൽ എന്റെ വായിൽ വെള്ളം വന്നാട്ടോ. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്റെ കയ്യിൽ 3 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. ബോൺലെസ് ആണ്. അതുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കയ്യിൽ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കറിവേപ്പില ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുണ്ടാക്കിയപ്പോ ഞാൻ ഓർത്തു ഇന്ന് സാമ്പാറും ഉണ്ടാക്കാം. ഞാൻ ഓർത്തു എന്നാ പിന്നെ സാമ്പാർ മാത്രമായിട്ട് എന്തിനാ ഉണ്ടാക്കണെ, കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. പിന്നെ കുറച്ച് തൈരും ഉണ്ടായിരുന്നു. അച്ചാറും ഉണ്ട്. പക്ഷെ ഞാൻ അച്ചാർ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അത്രയും സംഭവങ്ങൾ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചപ്പോ ഞാൻ ഓർത്തു എന്നാ പിന്നെ വാട്ട് ഐ ഈറ്റ് ഫോർ മൈ ലഞ്ച് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഫോർ മൈ ലഞ്ച്. അതായത് ഇത്രയും സംഭവങ്ങളൊന്നും എല്ലാ ദിവസവും ഉണ്ടാവാറില്ല കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്റെ പ്ലേറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഇത്രയും ഐറ്റംസ് ആട്ടോ പ്ലേറ്റിലുള്ളത്. ചോറിന്റെ മുകളിൽ ഞാൻ സാമ്പാർ ഒഴിച്ചു. പിന്നെ ദേ നമ്മുടെ ലാലേട്ടന്റെ ചിക്കൻ, കോവയ്ക്ക ഉപ്പേരി, കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഞാൻ ഈ ഒരു സംഭവം നമ്മുടെ വഴുതനങ്ങയില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയത് എയർ ഫ്രയറിൽ. പക്ഷെ അത് കൊളായിപ്പോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ മസാല കുറച്ച് കൂടുതൽ ഇട്ടു. അതുകൊണ്ട് അതിന് ഒരു ടേസ്റ്റ് ഇല്ല. ഇനി അതിനെ ഒന്ന് നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ പിന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ചോറുണ്ട് തുടങ്ങാം. ഇതാണ് എൻ്റെ പ്ലേറ്റ്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇത് ഭയങ്കര നീളമുള്ള വീഡിയോ ഒന്നും ആയിരിക്കില്ല കേട്ടോ. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്കിപ്പോഴും റൂം ടൂർ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ ചിക്കൻ സൂപ്പറാട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങാക്കൊത്തിന്റെ ക്രഞ്ചൊക്കെ നല്ലോണം വരുന്നു. സാമ്പാറും നല്ലതാ. കോവയ്ക്കയിലും ഇത്തിരി ഉപ്പ് കുറഞ്ഞു പോയി. ബാക്കിയെല്ലാം നല്ല. ഒരു കൊല്ലമുളകില്ലേ, ഉണക്കമുളക്, ഇതിനിങ്ങനെ നേരടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അതിന്റെ കുരു എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ ചീറ്റിപ്പോയ വഴുതനങ്ങ ഫ്രൈ. ഞാൻ പറഞ്ഞു തന്നത് റൂം ടൂർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം ഞാനിവിടെ ഷെയറിങ്ങിലാണ്, അപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ ഈ അപ്പാർട്ട്മെന്റിൽ വേറൊരു കുട്ടിയും വീടുണ്ട്. ആ കുട്ടിയുടെ അപ്പാർട്ട്മെന്റാ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം അത്ര താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ പ്രൈവസി കൺസേൺ അല്ലേ. അപ്പൊ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനും ഈ സെയിം ബിൽഡിങ്ങിൽ വേറൊരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. അടുത്ത മാസം 1-ാം തീയതി മുതൽ അങ്ങോട്ട് മാറും. വേറെ ഒന്നും കണ്ടല്ല, നവംബർ 19-ാം തീയതി എന്റെ കല്യാണമാണ്. അപ്പൊ എന്റെ ഫിയോൻസയും, ഞാനിപ്പോ ഇവിടെ ആൽബർട്ടയിലാണ്, ഫിയോൻസെ ടൊറന്റോയിലാണ്. സോ ഹീസ് കമ്മിങ് ഹിയർ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഞാൻ ഈ അപ്പാർട്ട്മെന്റ് എടുത്തു. ഇത് ഒത്തിരി പഴയ ബിൽഡിംഗ് ആട്ടോ. പക്ഷെ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അത് മാത്രമല്ല ഇവിടെ താമസിക്കുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കോണ്ടോ അല്ല കേട്ടോ, അപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ സെയിം ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെന്റിന് വലിയൊരു വ്യത്യാസവും ഇല്ല ഞാനിപ്പോ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെന്റിലും. അപ്പൊ റൂം ടൂറും ഹോം ടൂറും ഡേ ഇൻ മൈ ലൈഫും എല്ലാം നവംബർ 1-ാം തീയതി മുതൽ. 1-ാം തീയതി മുതൽ ഉണ്ടാവില്ല, 19-ാം തീയതി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ എന്തായാലും എൻ്റെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബർ ഫാമിലിക്ക് ഇതൊക്കെ ഇഷ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പൊ നിങ്ങളെല്ലാരും ഭക്ഷണമൊക്കെ കഴിക്കുക. ഇപ്പം ഇവിടെ തിങ്കളാഴ്ച ഉച്ചക്ക് എത്ര മണിയായി നോക്കട്ടോ,
2 മണിയാവണം. ഇതെല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഇത്ര നേരമായി. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും ചോറ് ഉണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഇത്രയധികം കറികളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ തന്നെ രാവിലെ കണ്ടപ്പോൾ കൊതി പോയി. എന്നാൽ പിന്നെ കൊതി അങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം ഉണ്ട്, പക്ഷെ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണ തീർന്നു. അതുകൊണ്ട് ഞാൻ പപ്പടം കാച്ചില്ല, എയർ ഫ്രയറിൽ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സാരില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.